1201 ആണ്ട് കുംഭമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ധനുക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത്. 13/2/2026 മുതൽ 14/3/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. ബുധനും ശുക്രനും സൂര്യനും ഒരുമിച്ച് രാശിയിൽ നിൽക്കുന്നത് മൂലം വിദ്യ നേടിയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ വിദ്യയുടെ അനുസരിച്ചും അവരുടെ പരിചയസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേഗം ശ്രമിച്ചാൽ ജോലി കിട്ടുന്നതാണ്. അതിന് യാതൊരു സംശയവുമില്ല. 17/2/2026 സംഭവിക്കുന്ന സൂര്യഗ്രഹണം നിങ്ങൾക്ക് ദോഷങ്ങളായിട്ടൊന്നും ബാധിക്കുന്നില്ല, ഗുണഫലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. നമുക്ക് ഭക്ഷണ സാധനങ്ങളും ധനവും ഒക്കെ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് വരില്ല. കുടുംബത്തിന് എല്ലാവർക്കും സൗഖ്യം കിട്ടും, വീട്ടിലെല്ലാവർക്കും സൗഖ്യം കിട്ടും. അതുപോലെ അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ വല്ല പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ PhDയുടെ പേപ്പർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം അംഗീകാരം കിട്ടും, അതെല്ലാം കിട്ടും. അതുപോലെ പേറ്റൻ്റ് ഉണ്ടെങ്കിൽ അതിന് കിട്ടും, പിന്നെ ബഹുമാനം കിട്ടും. അതൊക്കെ കിട്ടുന്നൊരു സമയമാണ് ഈ മാസത്തിൽ. പല രീതിയിലും പല വസ്തുക്കളും സമ്മാനമായി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്നുള്ള ഉപദ്രവം, ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കുറഞ്ഞു കിട്ടും. ഭീഷണികൾ അല്ലെങ്കിൽ നോട്ടീസ് വരലുകൾ അതെല്ലാം രക്ഷപ്പെടുവാൻ സാധിക്കും. മാനസിക വിചാരമായ ഡിപ്രഷൻ അങ്ങനെയൊക്കെ ഉള്ള മാനസിക വിചാരങ്ങൾ, മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന കാര്യങ്ങളെല്ലാം കുറവ് വരുന്നു, മനസ്സന്തോഷം ലഭിക്കുന്നു. നിങ്ങൾ ശ്രമിച്ചാൽ ബുദ്ധി നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എങ്ങനെയെന്നാൽ അതിന് ഉള്ള യോഗ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ചെയ്യുക. അതുപോലെ വാക് സാമർഥ്യം ലഭിക്കുന്നു. അതായത് എന്ത് കാര്യവും നമുക്ക് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമർത്ഥിച്ച് ജയിക്കുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ പറയേണ്ടിടത്ത് സമാധാനപരമായി കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നതിനും നിങ്ങൾക്ക് ഒരു കഴിവുണ്ട്. അതുപോലെ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതിനും ആൾക്കാർ ഉണ്ടാകും. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തുണ്ടായാലും അവയെല്ലാം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യമില്ലാതെ ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വര കടാക്ഷം കുറവെന്ന് വിചാരിക്കുക. നിങ്ങൾ പൂജകളും പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ ചെയ്യുക. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്, സ്ഥാനക്കയറ്റം ലഭിക്കാം. അതുപോലെ വിശേഷപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിന് ഭാഗ്യം ലഭിക്കുന്നു. യൂണിഫോം സർവീസ് ഒക്കെ ഉള്ള പോലീസ്, പട്ടാളം അങ്ങനെയൊക്കെ ഉള്ള സർവീസുകളിൽ ജോലി ചെയ്യിക്കുന്നതിന് സാധ്യതയുണ്ട്. കസ്റ്റംസ്, കോസ്റ്റ് ഗാർഡ് അങ്ങനെയൊക്കെയല്ല. കർഷകർക്കും വളരെ ഗുണമുള്ള ഒരു സമയമാണ്. അവർക്കും ധനലാഭം പ്രതീക്ഷിക്കാം. വ്യാപാരികൾക്ക് ഈ മാസം വളരെ നല്ലതാകുന്നു, കച്ചവടക്കാർക്കെല്ലാം നല്ലതാകുന്നു. ഗ്രഹങ്ങൾ ചില മോശം രാശിയിൽ ഇരിക്കുന്നതിനാൽ ചില മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കണ്ടകശനി കാലമാണ്, അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ദമ്പതിമാർ തമ്മിൽ വഴക്കിടുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ധനുക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഓരോ നക്ഷത്രങ്ങളും 3 നക്ഷത്രങ്ങളും വേർതിരിച്ചാണ് പറയുന്നത്. ആദ്യം മൂലം നക്ഷത്രമാണ്. 2.5 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് കുറച്ച് മോശപ്പെട്ട ഒരു സമയമാണ്. ഇത് രോഗങ്ങളൊക്കെ വരാനും കഷ്ടപ്പാടുകളൊക്കെ വരാനും ഒരു സാധ്യതയുണ്ട്. പിന്നെ 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് തടസ്സങ്ങളില്ലാണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു. തടസ്സങ്ങൾ വരുമെന്ന് തോന്നും, അതായത് വിദ്യാഭ്യാസം നിലച്ചു പോകുമോ എന്ന് തോന്നും. ഭയക്കേണ്ടതില്ല, അവസാനം വിദ്യാഭ്യാസം നേടാൻ സാധിക്കും, ഉന്നത വിദ്യാഭ്യാസം നേടാനും സാധിക്കും. അതിനൊരു കുഴപ്പവും ഉണ്ടാകില്ല. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ചെലവുകൾ എല്ലാം വളരെ കുറയ്ക്കുക, സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. ഒരു ധനപരമായ അച്ചടക്കം, അതായത് സാമ്പത്തിക അച്ചടക്കം നല്ലതാണ്. അതുപോലെ തന്നെ വിനോദങ്ങൾ കുറയ്ക്കുക. കടം ആർക്കെങ്കിലും കൊടുക്കുന്നത് നിങ്ങൾ നിർത്തുക. അതുപോലെ കടം വാങ്ങുന്നതും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക. അതുപോലെ പ്രസൻറ്റേഷൻ, പാർട്ടി സൽക്കാരങ്ങളൊക്കെ ഈ സമയം ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് പൈസ ചിലവായി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം മുടങ്ങാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ചവർക്ക് ഈ സമയം വളരെയധികം ധനങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവർക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കും. ശാരീരികമായും മാനസികമായിരിക്കും വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അവർക്ക് ധനമുള്ളതിനാൽ വീട് വാങ്ങുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും വസ്തുവകകൾ വാങ്ങുന്നതിനും അവർക്ക് സാധിക്കുന്നു.
36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ വേണ്ടി വന്നേക്കാം. അത് വയറ് സംബന്ധിച്ചുള്ള അവയവങ്ങൾക്കുള്ള സർജറിയാണ് ഇപ്പം കാണുന്നത്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് മുതലായ അവയവങ്ങൾക്കായിരിക്കും ഈ സർജറി വേണ്ടി വരിക. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ബുദ്ധിശൂന്യത എന്ന് പറയുന്ന ഒരു ആലോചിക്കാണ്ട് ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി അതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഏത് കാര്യവും വളരെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വളരെ ആലോചിക്കുക. പരിചയസമ്പന്നരും വിശ്വസ്തരുമായ ആൾക്കാരോട് ചർച്ച ചെയ്ത് അതിൻ്റെ വരും വരായികൾ തീരുമാനിക്കുക. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മനസമാധാനങ്ങളും ശാരീരിക മാനസിക സുഖങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ലഭിക്കുന്നു. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി അവർക്ക് സുഖജീവിതം നയിക്കുന്നതിനും ഭാഗ്യമുണ്ട്. അടുത്ത് പൂരാടം നക്ഷത്രക്കാർക്ക് ഉള്ളതാണ് അടുത്ത് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലുകൾ കുടുംബത്തിൽ വെച്ച് നടക്കാം. വിദ്യാഭ്യാസം തടസ്സമില്ലാതെ പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അച്ഛനും അമ്മയും കൂടി വഴക്കിട്ട് പിരിഞ്ഞ് പോകുന്നതിനൊക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ജോലി കിട്ടി അവർ വളരെ ദൂരസ്ഥലത്തേക്ക് പോകുന്നതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ബന്ധുക്കളെല്ലാം കൂടി ചേരുന്നതെന്ന് വിചാരിക്കാം. അതുപോലെ പിന്നെ ഇതിൽ പറയുന്നത് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അല്ലെങ്കിൽ രണ്ടുപേരുടെയോ ഒരാളിൻ്റെ സ്നേഹം മാത്രമേ കിട്ടാനൊരു സാധ്യതയുള്ളൂ എന്നും കൂടി പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരാളിൻ്റെ സ്നേഹമേ കിട്ടൂ, കാരണം ഒരാളിവിടെ ഇല്ല, ദൂരെ ആയിരിക്കാം. അല്ലെങ്കിൽ രണ്ടുപേരും ജോലി സംബന്ധിച്ച് ദൂരസ്ഥലത്തായിരിക്കാം. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം വരാം. അതുപോലെ സ്വന്തം നാട്ടിൽ നിന്നും മാറി അന്യദേശത്തേക്ക് താമസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ വളരെ ഈ പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയുടെയും ജോലി സംബന്ധിച്ച് ആ സ്ഥലത്തേക്ക് ഈ കുട്ടിക്കും പോകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ധനം, ധാന്യം, എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. വിദ്യാഭ്യാസം ലക്ഷ്യത്തോടെ പൂർത്തിയാക്കുന്നതിനാൽ നല്ല ഒരു മികച്ച തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് അത്യാവശ്യമായി ഒരു ചെറിയ സർജറി വേണ്ടി വന്നേക്കാം. അത് മറ്റു സർജറികളോ അല്ലെങ്കിൽ മറ്റു ചികിത്സകളോ വേണ്ടി വന്നേക്കാം. തീപ്പൊള്ളൽ, ഇലക്ട്രിസിറ്റിയുടെ ഷോക്ക് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതിനായിട്ടുള്ള ഇടപാടുകൾ സൂക്ഷിക്കുക. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ഭയം വരാം. എന്തും ഏതിനെയും ഒരു ഭയം വരുന്ന ഒരു അവസ്ഥ വരാം. ജീവിതത്തോട് വെറുപ്പും നിരാശയും തോന്നാം. ചില രോഗങ്ങൾ വരാം. ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ യുക്തി ചേർത്ത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഭക്ഷ്യവിഷബാധ അല്ലാതെയുമുള്ള വിഷബാധകൾ ഏൽക്കാണ്ട് വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിന് ഒടിവ്, ചതവ്, മർദ്ദനം എന്നിവ വരാതെ ശ്രദ്ധിക്കണം. വന്നു കഴിഞ്ഞാൽ ഒരു സർജറിയുടെ ഒരു ആവശ്യം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച ആ ദുഃഖങ്ങളും വേദനകൾക്കും വിഷമങ്ങൾക്കെല്ലാം പരിഹാരം ലഭിച്ചുകൊണ്ട് വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ ധനത്തിനും മറ്റുള്ള ധാന്യങ്ങൾക്കെല്ലാം നല്ല ഒരു സമൃദ്ധി ഉണ്ടാകുന്നു. ആത്മീയത കൈവരിക്കാൻ സാധിക്കുന്നു. അതൊക്കെ വളരെ ഒരു നേട്ടമുള്ള ഒരു കാര്യമാണ്. 72 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ചില ഒരു മോശം സമയമാണ്. അപവാദം കേൾക്കാനായിട്ടുള്ള ഒരു സമയം, ഒരു സാധ്യത കാണുന്നുണ്ട്. ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ, മനോവിഷമം വരാം. അതുമൂലം വിദേശവാസം ചെയ്യുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇപ്പം മക്കളാരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഉത്രാടം നക്ഷത്രക്കാർക്കാണ് അടുത്ത് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ അവർക്ക് നല്ല സമയമാണ്. ഈ 10 വയസ്സ് വരെ കുടുംബത്തിൽ ധനം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വസ്തുവകകളോ വീടോ ലഭിക്കാം. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയുടെയും അവരുടെ പൂർവിക സ്വത്തുക്കൾ ഭാഗം വെച്ച് അവർക്കൊരു ഓഹരി കിട്ടുന്നതിനും ചിലർ ഓഹരി എടുത്തിട്ട് പണം കിട്ടുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ പുതിയ വീട്ടിൽ അവർക്ക് താമസമാകാനും എല്ലാം സാധിക്കുന്നു. ചിലർക്ക് ചെറിയ രീതിയിലുള്ള അലർജി ഉണ്ടാകാം. ആസ്മ, ശ്വാസം മുട്ടൽ, കഫത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ചെറിയ സർജറി നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതുപോലെ അശ്രദ്ധമായ നമ്മുടെ ജീവിത രീതിയും അതല്ലെങ്കിൽ എന്ന് വെച്ചാൽ മോശമായ കൂട്ടുകെട്ടും അതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം പോലീസ് പരാതിയും
കേസുകളൊക്കെ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുമൂലം മാനസിക പിരിമുറുക്കം വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതിയാകും. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ധനനാശം കാണുന്നുണ്ട്. അതിനാൽ സാമ്പത്തികമായി അച്ചടക്കം പാലിക്കേണ്ടതാണ്. അത് വളരെ നല്ലതായിരിക്കും. പല ആപത്തുകളും ഉണ്ടാകാം. മാനസിക സംഘർഷം വരാം. പിന്നെ മയക്കുമരുന്നിനും ഒക്കെ കൂട്ടുകാരൊക്കെ നിർബന്ധിക്കാം. അത് മയക്കുമരുന്നും മദ്യമൊക്കെ കഴിക്കുന്നത് നിർബന്ധിക്കാം. അതിലൊന്നും പോകാണ്ടും അതിന് അടിമപ്പെടാണ്ടും ഇരിക്കുക. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളവർക്ക് അച്ചടക്ക ജീവിതം, സാമ്പത്തിക അച്ചടക്കമായിരുന്നാലും ജീവിത രീതിയിലുള്ള അച്ചടക്കമായിരുന്നാലും പാലിച്ചവർക്ക് ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ അവർക്ക് ലഭിക്കും. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായിട്ടൊക്കെ നല്ല ആരോഗ്യം അവർക്ക് കിട്ടുന്ന ഒരു സമയമാണ്. ദുഃഖങ്ങളൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കും. അതുപോലെ 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപവാദം, മാനഹാനി സംബന്ധമായ അപവാദങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഇടപെടലുകൾ വളരെ സൂക്ഷിക്കുക. ചെയ്യാത്ത തെറ്റിനൊക്കെ പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതുപോലെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, അശ്രദ്ധ കാണിച്ചാൽ പോലീസ് കേസും കോടതി നടപടിയൊക്കെ ഉണ്ടായെന്ന് വരാം. അതുപോലെ ഇണയുടെ മരണം ദുഃഖത്തിലാക്കാം. ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരിക്കാം. അപ്പോൾ അത് ദുഃഖമുണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. ആകാശക്കോട്ടകൾ തകരുന്നത് പോലെ സ്വപ്നങ്ങളൊക്കെ തകർന്നല്ലോ എന്ന് മനസ്സിൽ തോന്നാം. അങ്ങനെ ഒന്നും, അതൊക്കെ കുറേ കഴിയുമ്പോൾ അതെല്ലാം ശരിയായി വരും. വിദേശത്ത് പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും എല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. രോഗപീഠ ഉണ്ടാകാം. എന്നിരുന്നാലും ധനത്തിനും മറ്റുള്ള ധാന്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരികയില്ല. ഭക്ഷ്യവിഷബാധ ഏൽക്കാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന കുംഭമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.